ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിട്ടോ ഒരു വീഡിയോ ഇടണേ. രാവിലെ തന്നെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കാം കേട്ടോ. കുറച്ച് പുറത്തു കൂടി അകത്തുകൂടി നടന്നപ്പോൾ ഇതാ ജനാലയിലൊരു നമ്മുടെ ബിഗ് ബി ഇല്ലേ അത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കയ്യോടെ പൊക്കി. കുറച്ച് നേരം അതന്നെ നോക്കി നിന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മുടെ ഡ്രസ്സിൽ അതുകൊണ്ടൊരു ഡിസൈൻ ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ വരയ്ക്കായിരുന്നു കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ഞാൻ വരയ്ക്കുന്നത്. വരയ്ക്കാൻ നോക്കിയപ്പോൾ ഇവിടെ പെന്നില്ല, പെൻസിലില്ല, സ്കെയിലില്ല, റബ്ബറില്ല, ഒന്നുമില്ല. നേരെ ഞാൻ അച്ഛനെ വിളിച്ച് വാങ്ങിക്കൊണ്ട് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയിട്ട് വരയ്ക്കാം കേട്ടോ അത്. അങ്ങനെ ഡിസൈൻസൊക്കെ വരച്ച് ഇതാണ് കേട്ടോ ഡിസൈന്. ഒന്നുമില്ല, ഒരു ഷോർട്ട് കുർത്തി ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നേരെ ഞാൻ അലമാര തുറന്ന് ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ടോ. പക്ഷേ അമ്മനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡൗൺ ആക്കി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഞാൻ നേരെ അമ്മമ്മൻ്റെ അടുത്തേക്ക് പോയി. അമ്മമ്മയെ ഒരു സെറ്റ് മുണ്ടും തരുമോ ചോദിക്കേണ്ട താമസം അമ്മമ്മ തന്നു. അതങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നേരെ നമ്മളെ ടൂൾസൊക്കെ എടുത്ത് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. കട്ടിങ് എന്നും പതിവ് പോലെ നമുക്ക് നിലത്തുനിന്ന് തന്നെയാണല്ലോ, അതാണ് ഒരു സുഖം അല്ലേ. പക്ഷേ ഞാൻ ഫാബ്രിക്കിൻ്റെ കളറ് വൈറ്റ് അല്ല കേട്ടോ വിചാരിച്ചിനെ. ഞാൻ ഫസ്റ്റ് ഒരു മെറ്റീരിയൽ കാണിച്ചില്ലേനോ, അതേപോലത്തെ കുറച്ചൊരു ബെയ്ജ് ക്രീമിലേക്കൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് വിചാരിച്ചിനെ. പക്ഷേ അത് എടുക്കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ ഈ വൈറ്റ് എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, ഒരു എക്സ്പെരിമെൻ്റ് പോലെയല്ലേ, എന്താവുമെന്ന് അറിയാമല്ലോ. അങ്ങനെ വരയ്ക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മെഹന്തി ഇടാൻ സ്റ്റാർട്ടാക്കി. പിന്നെ ഞാൻ വരയ്ക്കുന്നത് ഞാൻ അത്ര പെർഫെക്ഷനിലൊന്നല്ല, അളവൊക്കെ നോക്കി അങ്ങനെയൊന്നല്ല. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെയാണോ വരയ്ക്കാൻ പറ്റുക ആ ഒരു രീതിക്കാട്ടോ വരയ്ക്കണേ. അതിനും ഒരു രസമല്ലേ കാണാൻ. ഇതിനി വരച്ച് വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ വരയ്ക്കുമ്പോഴുള്ള കളറും ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ, ഇതിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് പേപ്പർ എന്തെങ്കിലും വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഫുൾ വരച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇതിനി ഉണങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നെക്സ്റ്റ് നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ.